So students, നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഒരു അപ്പൻഡിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്ലിമെന്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ കണക്കാക്കാവുന്ന ഒരു ടോപ്പിക് ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഗ്രൂപ്പ്സും ബൈനറി ഓപ്പറേഷൻസും ഗ്രൂപ്പ്സും സബ് ഗ്രൂപ്പ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ വരുന്ന ഒരു സ്പെഷ്യൽ കേസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ഫൈനൈറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഗ്രൂപ്പ് ടേബിൾസ്. ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പ് ഫൈനൈറ്റ് ആകുമ്പോൾ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സെറ്റ് ആയിട്ടല്ല, ഒരു ഗ്രൂപ്പ് ടേബിൾ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ Z4ന്റെയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ്, ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് ഒരു സ്പെസിഫിക് കേസ് ആയിട്ട് ഞാനിവിടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് ചിലപ്പോൾ പിന്നീട് ആവശ്യം വരും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആവശ്യം വരുന്നെങ്കിൽ ഓർത്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് ഗ്രൂപ്പ്സോ ആയിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ അടുത്ത ഒരു സെക്ഷൻ തന്നെയാണ് ഫൈനൈറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഗ്രൂപ്പ് ടേബിൾസ്. അപ്പൊ ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത് ഞാൻ വേറെ ഡെഫിനിഷന്റെ ആവശ്യമില്ല. ഫൈനൈറ്റ് ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് ആലോചിച്ചറിയാവുന്നതാണ്. ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പിലത്തെ എലിമെന്റുകളുടെ എണ്ണം ഫൈനൈറ്റ് ആണെങ്കിൽ ആ ഗ്രൂപ്പിനെ ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. If a group G contain finite number of elements, then G is called a finite group. Otherwise the group is infinite group. ഇനി ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിലുള്ള എലിമെന്റുകളുടെ എണ്ണം എത്രയാണോ അതിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. Order of a group is the number of elements in that particular group. ആ ഗ്രൂപ്പിൽ finite number of elements ആണെങ്കിൽ order of G എന്ന് denote ചെയ്യാം. Order of G will be finite. Infinite number of elements ഉണ്ടെങ്കിൽ group will be of infinite order എന്ന് denote ചെയ്യും. It is of infinite. Z എന്ന് പറയുന്നത് Z for integers എന്ന് പറയുന്നത് infinite order ഉള്ള ഒരു ഗ്രൂപ്പാണ്. Z4, Z5 ഇവിടെ പറഞ്ഞ ഗ്രൂപ്പുകളൊക്കെ ഫൈനൈറ്റ് ഓർഡർ ഉള്ള, നമുക്ക് എണ്ണാവുന്ന 4, 5 അങ്ങനെ എലിമെന്റുകൾ ഫൈനൈറ്റ് എലിമെന്റുകളുള്ള ഗ്രൂപ്പുകളാണ്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് ഫൈനൈറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ എപ്പോഴും ഫൈനൈറ്റ് ഗ്രൂപ്പുകളെ നമ്മൾ ഗ്രൂപ്പ് ടേബിളിന്റെ രൂപത്തിലാണ് ഡിനോട്ട് ചെയ്യുക. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു 3-4 എക്സാമ്പിളുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ Z2 എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ്. Z2 0 1 Zn ഓർക്കുക, Zn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 2 എക്സെട്ര 10-1 ആണ്. അപ്പൊ Z2 എന്ന് പറയുമ്പോൾ 0 1 ആണ്. അവിടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ മോഡുലോ 2 ആണ്. രണ്ട് എലിമെന്റുകൾ നമ്മൾ ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ അതാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ 0 1 ആണ് Z2 എലിമെന്റുകൾ. അതിന്റെ ഗ്രൂപ്പ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഗ്രൂപ്പ് ടേബിൾ. 0 1 0 1 അപ്പൊ 0 plus 0 is 0, 0 plus 1 is 1, 1 plus 0 is 1 and 1 plus 1 2 ആണ്. പക്ഷെ റിമൈൻഡർ ആണ് എഴുതുന്നത്. 2നെ 1 plus 1 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 1 plus 1 equal to 0. വളരെ ബേസിക് സിംപ്ലസ്റ്റ് ഓഫ് ഫൈനൈറ്റ് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ Z2 എന്ന് പറഞ്ഞാൽ കാണുന്നത് ഇതാണ് അതിന്റെ ഗ്രൂപ്പ് ടേബിൾ. അടുത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ Z3 ആണ്. Z3 plus 3 എന്ന് പറയുന്നത് 0 1 2 ആണ്. 0 1 2 0 1 to extra 10-1 ആണ് Zn. അപ്പോൾ Z3 plus 3 എന്ന് പറയുന്നത് 0 1 2 ആണ്. അതിന്റെ ഗ്രൂപ്പ് ടേബിൾ ആണ് ഈ കാണുന്നത്. 0 1 2 0 1 2 ഇത് 0 plus 0 equal to 0, 0 plus 1 equal to 1, 0 plus 2 equal to 2 അങ്ങനെ എല്ലാ എൻട്രീസും ഇവിടെ വന്നിട്ടുണ്ട്. This is Z3 plus 3. ഒരു ഗ്രൂപ്പ് കൂടെ നമ്മൾ ഇവിടെ പറയാണ് just for understanding. Z4 ഇത് നമ്മൾ മുന്നത്തെ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. Z4 0 1 2 3 ആണ്. അപ്പോൾ ഇതാണ് ആ Z4 ന്റെ ടേബിൾ വരുന്നത്. ഓപ്പറേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. 0 ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളം കിട്ടി. 1 plus 1 equal to 2, 1 plus 2 equal to 3, 1 plus 3 equal to 0 കാരണം 4 ആണ് ആഡ് ചെയ്യുമ്പോൾ വരുന്നത്. അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0. അങ്ങനെ എല്ലാ എൻട്രീസും. So this is the group table for Z4 plus 4. ഇനി നമ്മൾ ഇതൊന്ന് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഡെപ്തിൽ ഒന്ന് അനലൈസ് ചെയ്യാം. ഈ ഗ്രൂപ്പ് ടേബിളുകൾ ഈ എഴുതിയിട്ടുള്ള ടേബിളുകളിലൊക്കെ ചില പ്രത്യേകതകളുണ്ട്. എന്താണ് ഈ ടേബിളുകളുടെ പ്രത്യേകത? ആ പ്രത്യേകതകളാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ഗ്രൂപ്പ് ടേബിൾ എടുത്ത് നോക്കാവുന്നതാണ്. ഈ 3 ഗ്രൂപ്പ് ടേബിൾ എടുത്ത് നോക്കാവുന്നതാണ്. ആദ്യത്തേത് 2 എലിമെന്റുള്ള Z2ന്റെ ഗ്രൂപ്പ് ടേബിൾ ആണ്. രണ്ടാമത്തേത് Z3യുടെ 3 എലിമെന്റുള്ള Z3യുടെ ഗ്രൂപ്പ് ടേബിൾ ആണ്. ഇത് 4 എലിമെന്റുകളുള്ള Z4ന്റെ ഗ്രൂപ്പ് ടേബിൾ ആണ്. ഈ ടേബിളിലെല്ലാം 3 ടേബിളുകളിലും സ്പെസിഫിക് ആയിട്ട് ചില പ്രത്യേകതകൾ കാണാം. സ്പെഷ്യാലിറ്റീസ് ഓഫ് ഗ്രൂപ്പ് ടേബിൾ ഈ എഴുതിയിരിക്കുന്നതാണ്. ഈ കാണുന്ന ഗ്രൂപ്പ് ടേബിളിന്റെ പ്രത്യേകതകൾ നോക്കൂ. ഈ ടേബിൾ കണ്ടെയ്ൻസ് ക്ലോഷർ ആണ്. അപ്പോൾ ടേബിൾ കണ്ടെയ്ൻസ് ഓൺലി എലിമെന്റ്സ് ഇൻ G. ഇത് നോക്കൂ, Z2 ന്ന് പുറത്തുള്ള എലിമെന്റുകളില്ല, Z3 ന്ന് പുറത്തുള്ള എലിമെന്റുകളില്ല, Z4 ന്ന് പുറത്തുള്ള എലിമെന്റുകളില്ല. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ടേബിൾ കണ്ടെയ്ൻസ് ഓൺലി എലിമെന്റ്സ് ഓഫ് G. രണ്ടാമത്തെ കണ്ടീഷൻ leftmost column and topmost row contain elements in the same order as they appear in G. നോക്കൂ 0 1 2 0 1 2 0 1 2 ഫസ്റ്റ് leftmost കോളത്തിലും ടോപ്മോസ്റ്റ് റോയിലും ഇതേ ഓർഡറിൽ തന്നെ. അത് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിറ്റി എലിമെന്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് സാധനം.
ഐഡന്റിറ്റി എലമെന്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള സീറോ നോൺ ഐഡന്റിറ്റി എലമെന്റ് നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് കോളത്തിലും ടോപ്പ് മോസ്റ്റ് റോയിലും ഉള്ള ഈ ഇവിടെ എഴുതിയിട്ടുള്ള എലമെന്റുകൾ അതേ ഓർഡർ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ഇവിടെ നോക്കിയാൽ അറിയാം 0 1 2 3 0 1 2 3 ടോപ്പ് മോസ്റ്റ് റോയിലും ലെഫ്റ്റ് മോസ്റ്റ് കോളത്തിലും ഒരേ ഇതേ ഓർഡറിൽ തന്നെ. കാരണം 0 എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ആണ്. അങ്ങനെയാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇതാണ് ഈ ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത എലമെന്റ്സ് ഓഫ് ഈച്ച് റോ ഓർ കോളം ആർ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ്. അത് നോക്കിക്കോളൂ. ഫസ്റ്റ് റോ നോക്കി കഴിഞ്ഞാൽ 0 1 ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഫസ്റ്റ് കോളം 0 1 ഡിസ്റ്റിങ്ക്റ്റ്. ഇവിടെ 0 1 2 ഒരിക്കലും എലമെന്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. ഫസ്റ്റ് റോയിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, സെക്കൻഡ് റോയിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, തേർഡ് റോയിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഫസ്റ്റ് കോളത്തിൽ, സെക്കൻഡ് കോളത്തിൽ, തേർഡ് കോളത്തിൽ ഒന്നിലും തന്നെ റിപ്പീറ്റഡ് എലമെന്റുകൾ വരുന്നില്ല. എല്ലാ എലമെന്റ്സും എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ്. ഒരു റോയിലുള്ള എല്ലാ എലമെന്റുകളും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഒരു കോളത്തിലുള്ള എല്ലാ എലമെന്റുകളും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് റോ ഓർ കോളം കണ്ടെയ്ൻ ദ ഐഡന്റിറ്റി എലമെന്റ്. ഒരു റോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവും. ഒരു കോൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. ഫസ്റ്റ് റോയിൽ 0 ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, സെക്കൻഡ് റോയിൽ 0 ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, തേർഡ് റോയിൽ 0 there is ഐഡന്റിറ്റി എലമെന്റ്. ഇനി ഫസ്റ്റ് കോൾ എടുത്തു കഴിഞ്ഞാൽ 0, സെക്കൻഡ് കോൾ എടുത്തു കഴിഞ്ഞാൽ 0. അങ്ങനെ ഓരോ റോയിലും ഓരോ കോളത്തിലും ഐഡന്റിറ്റി എലമെന്റുകൾ ഉണ്ട്. ഫസ്റ്റ് റോയിൽ 0, സെക്കൻഡ് റോയിൽ 0, തേർഡ് റോയിൽ 0. ഫസ്റ്റ് കോളത്തിൽ 0, സെക്കൻഡ് കോളത്തിൽ 0, തേർഡ് കോളത്തിൽ 0. ഇവിടെ അതേപോലെ തന്നെ ഫസ്റ്റ് റോയിൽ 0, സെക്കൻഡ് റോയിൽ 0 ഉണ്ട്, തേർഡ് റോയിൽ 0 ഉണ്ട്, ഫോർത്ത് റോയിലും 0 ഉണ്ട്. ഫസ്റ്റ് കോളത്തിൽ, സെക്കൻഡ് കോളത്തിൽ, തേർഡ് കോളത്തിൽ, ഫോർത്ത് കോളത്തിൽ എല്ലാത്തിലും ഐഡന്റിറ്റി എലമെന്റുകൾ. അപ്പൊ ഈ 4 പ്രത്യേകതകളാണ് നമ്മളിവിടെ നോട്ടീസ് ചെയ്തിട്ടുള്ളത്. 4 പ്രത്യേകതകൾ ഒന്നും കൂടെ നോക്കാം. ജീവിത എലമെന്റുകൾ മാത്രമേ ആ ടേബിളിൽ ഉണ്ടാവുള്ളൂ. ലെഫ്റ്റ് മോസ്റ്റ് കോളത്തില് ഗ്രൂപ്പിൽ അതേ എലമെന്റുകൾ അതേ ഓർഡറിൽ ഉണ്ടാവും. ടോപ്പ് മോസ്റ്റ് റോയില് അതേപോലെ തന്നെയാണ്. ജീവിത അതേ എലമെന്റുകൾ അതേ ഓർഡറിൽ ഉണ്ടാകും. ഓരോ റോയിലും ഓരോ കോളത്തിലും എലമെന്റുകൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. പിന്നെ ഓരോ റോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവും. ഓരോ കോളത്തിലും എന്തുണ്ടാകും? ആ ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവും. ഈ പ്രത്യേകത ഇതാണ് ഈ 3 ടേബിളുകളും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയുന്നത്. അപ്പോ ഈ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ ഈ ഗ്രൂപ്പ്സിനെ ജനറൽ സിറ്റുവേഷനിൽ ജനറൽ ഗ്രൂപ്പ് ടേബിളിലേക്ക് വരികയാണ്. ജനറൽ ഗ്രൂപ്പ് ടേബിൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് Z2 എന്ന് പറയുന്ന 2 എലമെന്റ് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് ടേബിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇത് ജനറലൈസ് ചെയ്യണം. ഐ എം ടേക്കിംഗ് another group which has 2 elements. The order of G equal to 2. G എന്ന് പറയുന്നത് EA 2 എലമെന്റുകളേ ഉള്ളൂ. ഗ്രൂപ്പ് ആണെങ്കിൽ എന്താണെങ്കിലും ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാകും. 2 എലമെന്റേ ഉള്ളൂ. അപ്പൊ ഇക്ക് പുറമെ ഒരു എലമെന്റ് കൂടി ഉണ്ടാവും, EA. അപ്പൊ ഞാൻ ഇവിടുത്തെ പോലെ എഴുതുകയാണ് EA. നോക്കൂ. Now I am operating E star E is E itself. Identity element star there, identity element നേരിടും. E star A is A itself. അതേപോലെ A star E is A star A എന്തായിരിക്കണം? ഈ നാലാമത്തെ എലമെന്റ് എഴുതുന്നതിൽ കണ്ടീഷൻസ് നോക്കുക. ആ മൂന്നാമത്തെ കണ്ടീഷൻ നോക്കിയാൽ അറിയാം. എലമെന്റ്സ് ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്. ഒരു റോയിലും ഒരു കോളത്തിലും എലമെന്റുകൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അപ്പൊ ഇവിടെ എഴുതാൻ സാധ്യതയുള്ള 2 എലമെന്റുകൾ ഒന്ന് E ആണ് അല്ലെങ്കിൽ A ആണ്. പക്ഷെ ഇവിടെ E എന്നുള്ളത് A എന്നുള്ളത് നമുക്ക് എഴുതാൻ സാധിക്കില്ല. കാരണം A എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ റിപ്പീറ്റഡ് രണ്ട് A വരും. If we write A here, the third condition is violated. ഇവിടെ റിപ്പീറ്റഡ് A വരുന്നുണ്ട്, ഇവിടെ റിപ്പീറ്റഡ് A വരുന്നുണ്ട്. So the only possibility, the only structure, or we can only write E. ഈ സിറ്റുവേഷനിൽ മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ എൻട്രി ആയിട്ട് E എന്നുള്ളതിനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് കമ്പയർ ചെയ്യും. A എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ ആ തേർഡ് കണ്ടീഷൻ will be violated. അപ്പോൾ this is the group structure of any finite group that have 2 elements. ഇത് സെയിം സ്ട്രക്ചർ തന്നെയാണ്. നോക്കി അറിയാം, സെയിം സ്ട്രക്ചർ തന്നെയാണ്. ഞാൻ E എന്നുള്ളതിന് ഞാൻ വേണമെങ്കിൽ 0 എന്ന് കൊടുത്തു, A ക്ക് 1 എന്ന് കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 0 1 1 0 0 1 1 0 A 0 1 1 0 സെയിം സ്ട്രക്ചർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോ 2 എലമെന്റ് ഗ്രൂപ്പുകൾക്ക് നമ്മൾ മാറ്റി എഴുതാൻ നോക്കിയിട്ട് കാര്യമില്ല. യു വിൽ ഗെറ്റ് ദ സെയിം സ്ട്രക്ചർ. അപ്പോ ഏതൊരു 2 എലമെന്റ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രക്ചർ എഴുതിയിരിക്കുന്ന സ്ട്രക്ചർ സെയിം തന്നെയാണ്, അത് മാറ്റം വരത്തില്ല. അതായത് any 2 element group will be isomorphic to Z2. ഇതല്ലാത്തൊരു അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് ഒരിക്കലും Z2 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ A എഴുതി കഴിഞ്ഞാൽ that condition is violated. അപ്പൊ ഗ്രൂപ്പ് ആവില്ല. അപ്പൊ അതുകൊണ്ട് any 2 element group is isomorphic to
Z2 അഡീഷൻ മോഡിലോട്ടുള്ള Z2നോട് ഐസോമോർഫിക് ആണ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷൻ ആണ്. അടുത്ത സെറ്റിൽ നോക്കാം. അടുത്ത സെറ്റിൽ എന്താ ഇതേ കണ്ടീഷൻസ് വെച്ചിട്ട് 3 എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യാം. This is Z3. I am constructing another 3 element group that satisfies, or that group table should satisfy all these conditions. നോക്കുക EAB ഇവിടുത്തെ പോലെ തന്നെ ടേബിൾ കണ്ടെയ്ൻ ഓൺലി എലിമെന്റ്സ് ഓഫ് G. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് കോളവും ടോപ്പ് മോസ്റ്റ് റോയും ഇതേ ഓർഡറിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. EAB. Now ഇതിന്റെ എൻട്രീസ് നോക്കാം നമുക്ക്. എൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EAB, E star E തന്നെയാണ്. E star A is A, E star B is B. അതേപോലെ ഇവിടെയും A, ഇവിടെ B വരും. Now ഈ എൻട്രീസിനാണ് പ്രശ്നം. ഈ എൻട്രികൾ ഏതെല്ലാം ആവാം എന്നുള്ളതാണ്. This is one possibility. If we write in this form, all the conditions are satisfied. Okay, first table contain only elements of G. G എലമെന്റുകൾ മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് മോസ്റ്റ് കോളവും ടോപ്പ് മോസ്റ്റ് റോയും ഇതേ ഓർഡറിൽ തന്നെയാണ് വരുന്നത്. സെക്കൻഡ് കണ്ടീഷൻ is also satisfied. തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ elements of each row അല്ലെങ്കിൽ each column are distinct. ഓരോ റോയിലും എലമെന്റുകൾ A, B, E എല്ലാ എലമെന്റുകളും ഡിസ്റ്റിങ്ക്റ്റ്, ഒരു എലമെന്റും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. പിന്നെ each row അല്ലെങ്കിൽ column contains the identity element. അതും സാറ്റിസ്ഫൈ. E എന്ന് പറയുന്ന ഐഡന്റിറ്റി എലമെന്റ് ഇതിലുണ്ട്. അപ്പോൾ all the 4 conditions are satisfied in this case. ഇതല്ലാതെ വേറൊരു സ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം. ഞാനിവിടെ B എന്നാണ് ഈ എലമെന്റ് എഴുതിയിട്ടുള്ളത്. സപ്പോസ് ഐ ആം റൈറ്റിംഗ്, എനിക്ക് ഒരു പോസിബിലിറ്റി കൂടി ഉള്ളത് ഐ ക്യാൻ റൈറ്റ് E എന്ന് പറയുന്ന എലമെന്റ് കൂടി എഴുതാം. എനിക്ക് വേറെ ആൾക്ക് തോന്നുകയാണ് ബിക്ക് പകരം എന്തുകൊണ്ട് E എഴുതിക്കൂടാ. നോക്കാം നമുക്ക്. E ഇത് എഴുതി കഴിഞ്ഞാൽ ഇവിടുത്തെ എലമെന്റ് എന്താ വരേണ്ടത്? A, E. ഇവിടെ വരേണ്ടത് B. കണ്ടോ, ഇവിടെ B വരുമ്പോൾ ഈ റോയിൽ പിന്നെ ഡിസ്റ്റിങ്ക്റ്റ് റിപ്പീറ്റഡ് എലമെന്റ് വരാൻ പാടില്ല. അപ്പൊ B വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കോളങ്ങളിൽ ഈ രണ്ട് എലമെന്റുകൾ ലാസ്റ്റ് കോളത്തിലെ 2 എലമെന്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നു. ഇനി ഇവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹിയർ, അപ്പോൾ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ വയലേഷൻ. അപ്പോൾ ദിസ് പോസിബിലിറ്റി ഈസ് റൂൾഡ് ഔട്ട്. അപ്പോൾ ആകെ കൂടി ഇങ്ങനെ എഴുതിയാൽ, ഈ രീതിയിൽ എഴുതിയാൽ മാത്രമേ ഈ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ഞാൻ ബിക്ക് പകരം E എന്ന് കൊടുത്ത് എഴുതുമ്പോൾ സംഭവിക്കുന്നതിനുള്ളൂ the third condition is violated. So the only possibility for a 3 element group is this. ഇതല്ലാതെ മറ്റേത് 3 element ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ മാത്രമേ അതിന് ആ ഗ്രൂപ്പിനെ എഴുതാൻ സാധിക്കുകയുള്ളൂ. Now suppose I am giving E equal to 0, A equal to 1 and B equal to 2. E equal to 0, A equal to 1, B equal to 2. നിങ്ങൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രൂപ്പ്, നിങ്ങൾക്ക് കിട്ടുന്ന ടേബിൾ ഇതായിരിക്കും. Eക്ക് 0 എന്ന് കൊടുക്കുക. അപ്പോൾ 0, 1, 2. പിന്നെ Aക്ക് 1 എന്ന് കൊടുക്കുമ്പോൾ 1, Bക്ക് 2 എന്ന് കൊടുക്കുക, Eക്ക് 0 എന്ന് കൊടുക്കുക, Bക്ക് 2, Eക്ക് 0, Aക്ക് 1. നോക്കൂ 0, 1, 2, 0, 1, 2, 1, 2, 0, 1, 2, 0, 2, 0, 1. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം എന്താ ദീസ് സെയിം ടേബിൾ തന്നെയാണ് കിട്ടുന്നത്. നോക്കൂ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അപ്പൊ ഈ സ്ട്രക്ചറിൽ ഞാൻ ഈ 0ന് E എന്നും 1ന് A എന്നും 2ന് B എന്നും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ കിട്ടി. പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ദീസ് 2 സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ 3 element ഗ്രൂപ്പ് ഈ 2 സ്ട്രക്ചറിൽ എഴുതിയാൽ ഈ 2 സ്ട്രക്ചറും എന്താണ്? ഐസോമോർഫിക് ആണ്. അപ്പൊ 3 element ഉള്ള ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് എക്സാക്ട്ലി ഒരു സ്ട്രക്ചർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ഈ Z3യുടെ സ്ട്രക്ചർ ആണ്. അപ്പോൾ we can conclude that all 3 element groups are isomorphic to Z3+3. ഏതൊരു 3 element ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അത് Z3+3നോട് ഐസോമോർഫിക് ആയിരിക്കും. അവിടെ ഞാൻ ജനറൽ 3 element ഗ്രൂപ്പ് ആണ് എടുത്തിട്ടുള്ളത്. ജനറൽ 3 element ഗ്രൂപ്പ് എടുത്തിട്ട് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് Z3യുടെ അതേ ടേബിൾ തന്നെയാണ്, അതേ അറേഞ്ച്മെന്റ് തന്നെയാണ് കിട്ടുന്നത്. അതായത് this and this both are isomorphic. ഇനി നിങ്ങൾ ഈ A, Bക്ക് പകരം വേറെ എന്തെങ്കിലും പേര് കൊടുക്കുകയാണെങ്കിലും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് Z3യുടെ അതേ സ്ട്രക്ചർ തന്നെയാണ് കിട്ടുക. So any 2 element group is isomorphic to Z2+2. Any 3 element group is isomorphic to Z3+3. ഇനി അടുത്ത് പറയാൻ പോകുന്നത് 4 element ഗ്രൂപ്പ് ആണ്. 4 element ഗ്രൂപ്പ് എന്ന് പറയുന്നത് G equal to EABC 4 element ഗ്രൂപ്പ്. അപ്പോൾ this is our Z4.
അപ്പൊ 4-element ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 4-element ഗ്രൂപ്പ് ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഞാൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ 4-element ഇതിൽ കാണുന്ന 4-element ഗ്രൂപ്പ് ആയിട്ടുള്ള ഈ ഗ്രൂപ്പ് ടേബിൾ. ഈ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോ ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഞാൻ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൺസ്ട്രക്ട് ചെയ്തു. ആൻഡ് ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 0 ആസ് e അല്ലെങ്കിൽ e ആസ് 0, a ആസ് 1, b ആസ് 2 and c ആസ് 3. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ഇതേ സ്ട്രക്ചർ തന്നെയാണ് കിട്ടുക. ഈ കാണുന്ന ഗ്രൂപ്പ് ടേബിളില് ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് Z4 ന്റെ സെയിം സ്ട്രക്ചർ ആണ് കിട്ടുന്നത്. ഓർക്കുക, G എന്ന് പറയുന്നത് ഏതോ ഒരു 4-element ഗ്രൂപ്പ് ആണ്. ആ 4-element ഗ്രൂപ്പിനെ ഞാൻ ഈ രീതിയിൽ ഒന്ന് ആ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും, ഗ്രൂപ്പ് ടേബിൾ ആയിട്ട് എഴുതാൻ സാധിക്കും. ഈ ഗ്രൂപ്പ് ടേബിളിൽ ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ സെയിം ഗ്രൂപ്പ് ടേബിൾ ആസ് ദാറ്റ് ഓഫ് Z4. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിലെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ അതായത് ദിസ് ആൻഡ് ദിസ് 4-element ഗ്രൂപ്പ് ആൻഡ് ദിസ് Z4 ആർ ഐസോമോർഫിക്. ഇതും ഐസോമോർഫിക് ആണ്. അതേപോലത്തെ ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ഞാൻ അഗൈൻ ഇക്ക് 1 എന്ന് കൊടുത്തു, എക്ക് I എന്ന് കൊടുത്തു, അങ്ങനെ ബിക്ക് -1 എന്ന് കൊടുത്തു, സിക്ക് -I എന്ന് കൊടുത്തു. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ കിട്ടും. അപ്പോ ഈ സ്ട്രക്ചർ എന്ത് തന്നെയാണ്, ഇതിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ Z4 ന്റെ സ്ട്രക്ചർ കിട്ടുന്നു. ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ G എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേറ്റീവ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, G എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ കിട്ടുന്നു. അപ്പോ ഇതെല്ലാം 4-element ഗ്രൂപ്പുകളാണ്. This and this are isomorphic. This and this are isomorphic. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ഒരു ജനറൽ 4-element ഗ്രൂപ്പ് ആണ്. This general 4-element group is isomorphic to Z4. വേറൊരു 4-element ഗ്രൂപ്പ് എടുത്തു, ഈ 4-element ഗ്രൂപ്പിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ this will be isomorphic to this as well as this will be isomorphic to this also. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ 0 ക്ക് പകരം 1 എന്ന്, ആ 1 ന് പകരം I എന്ന് കൊടുക്കുമ്പോൾ ഇതിൽ 0 ക്ക് പകരം 1, 1 ന് പകരം I, 2 ക്ക് പകരം -1, 3 ക്ക് പകരം -I എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ്. അപ്പോൾ ഈ 3 ഗ്രൂപ്പുകളും 4-element ഗ്രൂപ്പുകളും ഐസോമോർഫിക് ആണ്. ഓർക്കുക, ഇവിടെ Z2ല് ഇതേ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്, Z3ല് ഇതേ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്, Z4ലും ഇതേ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. രണ്ട് ഗ്രൂപ്പിലും സെയിം സ്ട്രക്ചർ ആണ്, പേരുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ ഈ 0ന് പകരം ഇവിടെ E ആയിട്ടുണ്ട്, 1ന് പകരം ഇവിടെ A ആയിട്ടുണ്ട്, അങ്ങനെ എക്സെട്രാ. ഇവിടെ ആവുമ്പോൾ 0ന് പകരം ഇവിടെ 1 ആയിട്ടുണ്ട്, 1ന് പകരം ഇവിടെ I ആയിട്ടുണ്ട്. അങ്ങനെ പേരുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. All the 3 structures are one and the same, they are isomorphic. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, 4-element ഗ്രൂപ്പുകൾ വേറെ ഏതെങ്കിലും സ്ട്രക്ചർ അവൈലബിൾ ആണോ? ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ്. ദാറ്റ് ഈസ് ഐസോമോർഫിക് ടു Z4+4 എന്ന് നമ്മൾ ഇപ്പോൾ നോക്കിയാൽ കാണാം. അപ്പോൾ ഈ രീതിയിൽ എഴുതുന്ന ഗ്രൂപ്പ് സ്ട്രക്ചറുകളെല്ലാം തന്നെ Z4+4 ഐസോമോർഫിക് ആണ്. ഇവിടെ ഈ Z3യുടെ കേസിൽ വേറെ സ്ട്രക്ചറുകൾ നമുക്ക് എഴുതാൻ സാധിച്ചിരുന്നില്ല, കാരണം ആ കണ്ടീഷൻ വയലേറ്റഡ് ആവുമായിരുന്നു, ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റഡ് ആവുമായിരുന്നു. പക്ഷേ 4-element ഗ്രൂപ്പുകളുടെ കേസിൽ അതിനൊരു പ്രശ്നമില്ല. നമുക്ക് ഈ 4-element ഗ്രൂപ്പിന്റെ തന്നെ മറ്റൊരു സ്ട്രക്ചർ നമുക്ക് എഴുതാൻ സാധിക്കും. അതായത് ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറൊരു സ്ട്രക്ചർ, അതാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. There is one more structure on group structure on 4 elements. ഇതായി എഴുതിയിരിക്കുന്നതാണ്. ഇത് നോക്കിയാൽ തന്നെ അറിയാം, these are different. ഇവിടെ നോക്കൂ, ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് E ആണ്, ഐഡന്റിറ്റി എലമെന്റ് ആണ്. ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് നോക്കൂ, B ഇടയിൽ വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതെല്ലാം E ആണ് വന്നിട്ടുള്ളത്, എല്ലാം ഐഡന്റിറ്റി എലമെന്റുകളാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ B വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ക്ലിയർ ആണ്, these two structures are not isomorphic. But this is not isomorphic to Z4. പക്ഷെ ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ഇതിനോടോ സാമ്യമേ ഇല്ല. This group is entirely different from the structure of Z4 or this particular group. അപ്പോ ഇതിനെ നമ്മൾ ഒരു പ്രത്യേക പേര് കൊടുത്ത് വിളിക്കുകയാണ്. It is called Klein-4 group V എന്നാണ് ഇതിൽ പറയുന്നത്, Klein-4 group. അപ്പോ ഓർക്കുക, 2 എലമെന്റുകളുള്ള ഒരേ ഒരു സ്ട്രക്ചറേ ഉള്ളൂ,
അത് Z2 ആണ്, Z2 + 2 ആണ്. ഇനി 3 എലമെന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ഒരേ ഒരു സ്ട്രക്ചറേ ഉള്ളൂ, അത് ഐസോമോർഫിക് ടു Z3 ആണ്. അപ്പൊ 3 എലമെന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ Z3 + 3 യുടെ ഗ്രൂപ്പ് ടേബിൾ പറഞ്ഞാൽ ഓക്കെ ആയി. 2 എലമെന്റ് ഗ്രൂപ്പ് ഏത് തന്നെയാണെങ്കിലും പേര് എന്ത് തന്നെ ആയിക്കോട്ടെ, Z2 ന്റെ സ്ട്രക്ചർ പറഞ്ഞാൽ അത് ഓക്കെ ആയി. പക്ഷേ 4 എലമെന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ Z4 ന്റെ സ്ട്രക്ചർ പറയാൻ പറ്റില്ല. കാരണം Z4 ന്റെ സ്ട്രക്ചർ അല്ലാതെ തന്നെ വേറൊരു 4 എലമെന്റ് ഗ്രൂപ്പ് അപ്പുറത്തുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇത് രണ്ടും ഐസോമോർഫിക് അല്ല. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഈ ആണ്. ഇവിടെ അങ്ങനെയല്ല, EB ആണ്. ഇവിടെ നോക്കിയാൽ 0202 EB ബിയുടെ സ്ഥാനത്ത് 2 ആണ്. ഇവിടെ 1 - 1 1 - 1 ബിയുടെ സ്ഥാനത്ത് -1 ആണ്. ബിയുടെ സ്ഥാനത്ത് -1 ആണ്. അപ്പൊ ഈ 3 സ്ട്രക്ചറും കൂടാതെ വേറൊരു 4 element ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ ആണ് എഴുതിയിട്ടുള്ളത്. This is very important. This is called a clean 4 group. So there are exactly 2 group structures of 4 elements. 4 element ഉള്ള 2 ഗ്രൂപ്പ് സ്ട്രക്ചറുകൾ ഉണ്ട്. ഒരു ഗ്രൂപ്പ് സ്ട്രക്ചർ ഈ പറഞ്ഞ Z4 നോട് ഐസോമോർഫിക് ആയിരിക്കും. മറ്റേ ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലെയിം 4 ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. പരീക്ഷയ്ക്ക് എക്സാമിന് മിക്കതും ചോദിക്കാറുള്ളതാണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പലതരത്തിൽ ചോദിച്ചു കാണാറുണ്ട്. ഡിസ്ക്രൈബ് ക്ലെയിം 4 ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് നോൺ ഐസോമോർഫിക് 4 എലമെന്റ് ഗ്രൂപ്പ്സ്. 4 എലമെന്റ് ഉള്ള 2 നോൺ ഐസോമോർഫിക് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് Z4 എഴുതാം, ഒന്ന് ക്ലെയിം 4 ഗ്രൂപ്പ് എഴുതാം. രണ്ടും ക്ലിയർലി ഡിഫറെന്റ് ആണ്. ഇവിടെ Z4 ഒരു സ്ട്രക്ചർ ആണ്, ക്ലെയിം 4 ഗ്രൂപ്പ് മറ്റൊരു സ്ട്രക്ചർ ആണ്. സോ ദിസ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ടുഡേസ് ക്ലാസ്. അപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ആ ഗ്രൂപ്പ് ടേബിളിലെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, പിന്നെ ഒന്ന് ഡിസ്കസ് ചെയ്തു. 2 എലമെന്റ് ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, Z2 ആണ്. 3 എലമെന്റ് ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, Z3 ആണ്. 4 എലമെന്റ് ഒരു ഗ്രൂപ്പ് അല്ല, 2 ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് Z4 നോട് സാമ്യമുള്ളതും ഐസോമോർഫിക് ആയിട്ടുള്ളതും, ഒന്ന് ക്ലെയിം 4 ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയിട്ടുള്ളതും. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാനമായിട്ടുള്ള കാര്യം. ക്ലെയിം 4 ഗ്രൂപ്പ് ഒന്നും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്.